ഇന്ന് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം. അതെ, ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാ. അപ്പോൾ ഇവിടെ മുല്ലപ്പൂവിൻ്റെ സീസണൊക്കെ ഇങ്ങനെ കുറഞ്ഞു. അപ്പോൾ ഇപ്പം മുല്ലപ്പൂ വളരെ കുറച്ചാ എന്ന് വെച്ചാൽ 5-6 എണ്ണം വീതം ഓരോ ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും അതെടുത്ത് പറിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന്. ചെറുതായിട്ട് അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, കണ്ടോ? എന്നാലും ഇതിപ്പോൾ ഒരു 2 ആഴ്ചയായ മുട്ടുകൾ ഇതിലുണ്ട്. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കണ്ടതാണ് നമ്മളിങ്ങനെ ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ വച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂ ചീത്തയാവാതെ ഇരിക്കുന്നു. അപ്പോൾ നാളെ ഇവിടെ അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുല്ലപ്പൂ നമുക്ക് മാല കെട്ടാമെന്ന്. അപ്പോൾ ഇന്നത്തെ ഞാൻ പറിച്ചിട്ടില്ല, നമുക്ക് അത് ആദ്യം പറിക്കാം. പിന്നെ ഞാനിത് വാഴവള്ളിയില്ല ഇത് കോർക്കാൻ പോകുന്നത്, നമുക്ക് ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ മുല്ലച്ചെടി. ഇപ്പോൾ ദേ ഇന്നത്തെ മുട്ടുകൾ നമുക്ക് പറിക്കാം. പിന്നെ ഇപ്പൊ ഇത് കണ്ടോ, ഇതില് ഞാൻ നന്നായിട്ട് ഇത് ഈ സീസൺ തുടങ്ങിയപ്പോൾ ഇത് മുഴുവനും മുറിച്ച് കളഞ്ഞിരുന്നായിരുന്നു. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഓരോ പൂവ് ഉണ്ടായി കഴിയില്ലേ, അത് നമ്മളിങ്ങനെ ഒടിച്ചങ്ങോട്ട് കളയുക. അപ്പൊ ഇതുപോലെ പിന്നീട് വന്നതിലെല്ലാം ഇതുപോലെ മുട്ടുകളായിട്ട് വരും. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആ സീസൺ, ആ തുടക്കത്തിൽ എല്ലാം കൂടെ ഒരുപാട് പൂക്കൾ ഉണ്ടാവണം, ആ ഒരു സമയം കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇത്ര ഇത്ര ചെറിയതായിട്ടേ കിട്ടുള്ളൂ. ഇത് എൻ്റെ വളരെ പഴയ ഒരു മുല്ലച്ചെടിയാണ്. ഇതിൽ നിന്ന് ഞാൻ കമ്പ് കുത്തി ഒരുപാട് തൈകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു ചട്ടിയിലും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചത്. ഇതാണ് എൻ്റെ വേറൊരു മുല്ലച്ചെടി. അതിലിപ്പോ ഇന്ന് പറിക്കാൻ അതിൽ മുട്ടുകളൊന്നുമില്ല. ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ പോലെയല്ല. കാരണം ഇവിടെ ഒരു 5-6 മാസത്തേക്ക് നല്ല തണുപ്പായതുകൊണ്ട് വാഴകള് അങ്ങനെ കായൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇതുപോലെ ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് വാഴകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി ഇത് തണുപ്പാവുമ്പോൾ ഇത് മുഴുവൻ പോവും, പിന്നെ ചൂട് തുടങ്ങുമ്പോൾ പൊടിച്ചു വരും. അപ്പൊ ഇതിന്റെ നാര് നമുക്ക് എടുക്കാം. ഇതിന് അത്യാവശ്യം ബലമുണ്ട്, നമുക്ക് നോക്കാം, ഇതില് മാല കെട്ടി നോക്കാം. ഞാൻ ദേ വാഴനാര് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു എന്താ പറഞ്ഞ ഒരു ചെറുപ്പകാലത്തിന്റെ ഓർമ്മകളാണ്. കാരണം ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞാനും എൻ്റെ ചിറ്റയും വീട്ടിൽ ഒരുപാട് കനകാംബര പൂക്കൾ ഉണ്ടായിരുന്നു. മുല്ലപ്പൂ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത വീട്ടിൽ പോയിട്ട് നമ്മൾ മുല്ലപ്പൂ പറിക്കുമായിരുന്നു. അപ്പോൾ ഈ കനകാംബര പൂക്കളൊക്കെ ഇതുപോലെ ഈ വാഴനാരിൽ കോർത്ത് അങ്ങനെയാണ് ഞാൻ മാല കെട്ടാൻ പഠിച്ചത് ഞാൻ. പക്ഷെ ഞാൻ കെട്ടണത് അങ്ങനെ എന്താ പറയാ നമ്മുടെ അമ്പലങ്ങളിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. കാരണം നമ്മൾ ഒരുപാട് ഇപ്പൊ കുറച്ച് പൂക്കളല്ലേ ഉള്ളൂ. അപ്പൊ ഒരുപാട് ഇങ്ങനെ കട്ടയായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതൊട്ടും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഈ മുല്ലപ്പൂക്കൾ ഇങ്ങനെ ഇത്രയും ദിവസം ഫ്രിഡ്ജിൽ വെക്കാം, പക്ഷെ 1-2 ആഴ്ചയൊക്കെ അതിങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. അതൊട്ടും നനവില്ലാതെ എടുക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പോൾ ഞാൻ മാല കെട്ടിക്കഴിഞ്ഞു. അത് ഇത്രയുണ്ട്, അത് ഏകദേശം 1 മുഴത്തിൻ്റെ അടുത്ത്.